വാർത്താ നേരം നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത് വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് തൃശൂർ. എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ, കുന്നംകുളം, അങ്കമാലി. അഭിനയൊക്കെ എന്തെളുപ്പ, വീട്ടുകാരെ നോക്കാനാ പാട്. അതിൽ പ്രധാനം വീട്ടു സാധനങ്ങളുടെ ഷോപ്പിംഗ്. എന്നാൽ അക്കാര്യത്തിൽ മാത്രം ടെൻഷനേ ഇല്ല. എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ. ശരിയാ, 25 വർഷമായി ഞാൻ എലൈറ്റിന്ന് ഷോപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ക്വാളിറ്റി, പ്രൈസ്, പിന്നെ സർവീസ്, ഇതിൽ എലൈറ്റിനെ വെല്ലാൻ ആർക്കും ആവില്ല. സ്വന്തം പ്രൊഡക്ട്സ് ഉൾപ്പെടെ ഏറ്റവും മികച്ച ബ്രാൻഡുകളും ഏറ്റവും പുതിയ സ്റ്റോക്കും എലൈറ്റ് നൽകുന്നത് പോലെ മറ്റാർക്കും നൽകാനാവില്ല. സ്വന്തം തോട്ടത്തിലെ ജൈവ പച്ചക്കറികളാ, പുറമേ നടക്കുന്നതോ ഏറ്റവും മികച്ചത് മാത്രം. ഈ ഒരു ഉറപ്പേ എലൈറ്റിന് മാത്രമേ നൽകാനാവൂ. വെറൈറ്റി ഉൽപ്പന്നങ്ങൾ, ഈസി ഷോപ്പിംഗ്. എലൈറ്റിന്റെ ഈ സേവനങ്ങൾ മറ്റാരും നൽകില്ല. കടയുടെ മുമ്പിൽ തന്നെ പാർക്ക് ചെയ്യാം, വേഗത്തിൽ ഷോപ്പ് ചെയ്തും മടങ്ങാം. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വില, മറ്റാനുകൂല്യങ്ങളും എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് നൽകണ ലാഭം മറ്റാരും തരില്ല. കേട്ടില്ലേ? കാലങ്ങളായിട്ട് തൃശൂരിന്റെ വീട്ടുകാരെ നിറവേറ്റുന്നത് എലൈറ്റ് ആണ്. എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ, കുന്നംകുളം, അങ്കമാലി. നമസ്കാരം, G4A വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ഞാൻ പ്രമോദ് പടിയത്ത്. പ്രധാന വാർത്ത. ഷട്ടറുകൾക്ക് തകരാർ സംഭവിച്ചതിനെ തുടർന്ന് പറമ്പിക്കുളം ഡാമിലെ വെള്ളം ചാലക്കുടി പുഴയിലേക്ക് ഒഴുകിയെത്തി. തീരത്ത് ജാഗ്രതാ നിർദ്ദേശം. പുഴയിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങരുതെന്ന കർശന മുന്നറിയിപ്പ്. രാത്രിയിൽ വീട്ടിൽ കയറി സ്ത്രീയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി പട്ടി വൈശാഖ് പിടിയിൽ. പഴയന്നൂരിലെ ബാറിൽ വാൾ വീശി അക്രമം നടത്തിയ സംഭവത്തിലെയും പ്രതിയാണ് വൈശാഖ്. ശ്രീനാരായണ ഗുരുദേവന്റെ 95ാമത് സമാധി ദിനം വിവിധ യോഗങ്ങളുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ഉപവാസം, ഗുരുദേവ കൃതികളുടെ പാരായണം, വിശേഷാൽ ഗുരുപൂജ, സമൂഹ പ്രാർത്ഥന, സമാധി പൂജ എന്നിവ സംഘടിപ്പിച്ചു. പാലിയേക്കര ടോൾ പ്ലാസ അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് SDPIയുടെ നേതൃത്വത്തിൽ വാഹനങ്ങൾ കടത്തിവിട്ട് പ്രതിഷേധം. ടോളിൽ നടക്കുന്നത് പകൽ കൊള്ളയെന്ന് PK ഉസ്മാൻ. വിശദമായ വാർത്തയിലേക്ക്. പറമ്പിക്കുളം ഡാമിലെ ഷട്ടറുകൾക്ക് തകരാർ സംഭവിച്ചതിനെ തുടർന്ന് പെരിങ്ങൽകുത്ത് വഴി വെള്ളം ചാലക്കുടി പുഴയിലേക്ക് ഒഴുകിയെത്തി. പെരിങ്ങൽകുത്ത് ഡാമിന്റെ 6 ഷട്ടറുകൾ ഉയർത്തിയാണ് ജലവ്യതിയാനം നിയന്ത്രിക്കുന്നത്. പറമ്പിക്കുളം റിസർവോയറിന്റെ ഷട്ടറുകൾ തകരാറിലായതിനെ തുടർന്ന് ഇന്ന് പുലർച്ചെ 2 മണി മുതലാണ് വെള്ളം പെരിങ്ങൽകുത്ത് ഡാമിലേക്ക് ഒഴുകിയെത്തിയത്. ഇതോടെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ആദ്യം 4 ഷട്ടറുകൾ തുറന്നു. പിന്നീട് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ 2 ഷട്ടറുകൾ കൂടി ഉയർത്തി. പുലർച്ചെ 3 മണി മുതൽ ഘട്ടം ഘട്ടമായി ചാലക്കുടി പുഴയിലേക്ക് വെള്ളം തുറന്നുവിടാൻ തുടങ്ങി. 600 ക്യൂമെക്സ് വെള്ളമാണ് ഇപ്പോൾ പുറന്തള്ളപ്പെടുന്നത്. ഇതുമൂലം ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് 3 മീറ്റർ മുതൽ 4.5 മീറ്റർ വരെ ഉയരാനാണ് സാധ്യത. നിലവിൽ കാലാവസ്ഥ പ്രതികൂലമല്ലാത്തതിനാൽ ആശങ്കയുടെ സാഹചര്യമില്ലെന്നാണ് വിലയിരുത്തൽ. എങ്കിലും കടുത്ത ജാഗ്രത പുലർത്തണമെന്ന് റവന്യൂ മന്ത്രി K രാജൻ അഭിപ്രായപ്പെട്ടു. പുഴയിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങരുതെന്ന കർശന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ജലത്തിന്റെ ഒഴുക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജില്ലാ ദുരന്ത നിവാരണ വിഭാഗത്തിന്റെ ഓപ്പറേഷൻസ് വിഭാഗം നിരീക്ഷിച്ചു വരികയാണ്. അതേസമയം മഴ ഇല്ലാത്തതിനാൽ നിലവിൽ എല്ലാ പുഴകളിലെയും ജലനിരപ്പ് താഴ്ന്ന നിലയിലാണ്. രാത്രിയിൽ വീട്ടിൽ കയറി സ്ത്രീയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി പട്ടി വൈശാഖ് തൃശൂരിൽ അറസ്റ്റിലായി. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയും കാനാട്ടുകരയിൽ പട്ടിഫാം നടത്തിവരുന്നയാളുമായ ഡോഗ് ട്രെയിനർ പൂങ്കുന്നം വെട്ടിയാട്ടിൽ വൈശാഖിനെയാണ് ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പട്ടിഫാമുമായി ബന്ധമുള്ള മരത്താക്കർ സ്വദേശിനിയെ ഫാമിന്റെ പേരിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നായിരുന്നു ഇയാൾ ആക്രമിച്ചത്. മുഖത്ത് ഇടിക്കുകയും രാത്രിയിൽ അവരുടെ വീട്ടിൽ ചെന്ന് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തതായാണ് പരാതി. ഇതിനു പുറമെ വീട്ടിലെ കാറും ചെടിച്ചട്ടികളും അടിച്ചു തകർത്തെന്നും പരാതിയിൽ പറയുന്നു. ഒല്ലൂർ SHO ബെന്നി ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പോലീസ് പിടികൂടാൻ വരുമ്പോൾ നായ്ക്കളുമായി വനത്തിൽ കയറി മാസങ്ങളോളം ഒളിച്ചു താമസിക്കുന്നതാണ് ഇയാളുടെ രീതി.
മുൻപ് മദ്യപിച്ചതിന്റെ ബില്ലടയ്ക്കാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പഴയന്നൂരിലെ ബാറിലേക്ക് നായ്ക്കളുമായി എത്തി വാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അക്രമം നടത്തിയ സംഭവത്തിലും ഇയാൾ പ്രതിയാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ 95ാമത് സമാധി ദിനാചരണത്തോടനുബന്ധിച്ച് ഗുരുദേവൻ സ്ഥാപിച്ച പാർലിക്കാട് നടരാജഗിരി ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ സമാധി ദിനാചരണ പരിപാടികൾ വിപുലമായി സംഘടിപ്പിച്ചു. ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങുകൾക്ക് വിനു ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ദിനാചരണത്തോടനുബന്ധിച്ച് ഉപവാസം, ഗുരുദേവ കൃതികളുടെ പാരായണം, വിശേഷാൽ ഗുരുപൂജ, സമൂഹ പ്രാർത്ഥന, വിശ്വശാന്തി ഹോമം, സമാധി പൂജ എന്നിവ സംഘടിപ്പിച്ചു. SNDP തലപ്പള്ളി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് MS ധർമ്മരാജൻ, സെക്രട്ടറി TR രാജേഷ്, വനിതാ സംഘം ഭാരവാഹികൾ, യൂണിയൻ കൌൺസിൽ അംഗങ്ങൾ, യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. സമാധി ദിനാചരണ ചടങ്ങുകളിലും തുടർന്ന് നടന്ന സമൂഹ സദ്യയിലും നിരവധി പേർ പങ്കെടുത്തു. പാലിയേക്കര ടോൾ പ്ലാസ അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് SDPIയുടെ നേതൃത്വത്തിൽ മണിക്കൂറുകളോളം വാഹനങ്ങൾ കടത്തിവിട്ട് പ്രതിഷേധം. ടോളിൽ നടക്കുന്നത് പകൽ കൊള്ളയെന്ന് SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഉസ്മാൻ. നിർമ്മാണ ചെലവിനേക്കാൾ അധികം തുക പിരിച്ചെടുത്ത പാലിയേക്കരയിലെ കൊള്ള ഉടൻ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് SDPI നടത്തിയ പ്രതിഷേധ സമരം സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. ടോൾ കേന്ദ്രത്തിന്റെ പകൽ കൊള്ളയ്ക്ക് ഇടത് സർക്കാർ കൂട്ടുനിൽക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഒത്തുകളിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. നാം മനസ്സിലാക്കേണ്ടത് ഇതിന്റെ നടത്തിപ്പ് ചുമതല കേരള സർക്കാരിനും ഇതിന്റെ മുഴുവൻ ചുമതല കേന്ദ്ര സർക്കാരിനുമാണ്. എന്നാൽ ഇവിടെ ഉത്തഴിഞ്ഞ രീതിയിലേക്ക് ടോൾ പ്ലാസയെ വിട്ടുകൊടുത്തിരിക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഒരു മനുഷ്യൻ എന്തെങ്കിലും കാരണവശാൽ ടോളിന്റെ കൊടുക്കാൻ നേരം വൈകിക്കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ അവർ ഫാസ്ടാഗ് വർക്കായിട്ടില്ല എങ്കിൽ അവരെ കയറി ആക്രമിക്കുന്ന ഗുണ്ടായിസ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. തുക പിരിച്ചെടുക്കാൻ അമിതാവേശം കാണിക്കുന്ന കമ്പനി കരാർ പ്രകാരമുള്ള നിർമ്മാണങ്ങൾ പോലും പൂർത്തിയാക്കിയിട്ടില്ല എന്നതാണ് വസ്തുതയെന്നും കൂട്ടിച്ചേർത്ത അദ്ദേഹം ദേശീയപാതയിൽ 60 കിലോമീറ്ററിൽ ഒരു ടോൾ പ്ലാസ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ പ്രഖ്യാപനത്തിന് ശേഷമാണ് കമ്പനിക്ക് വീണ്ടും കാലാവധി നീട്ടി നൽകിയിരിക്കുന്നതെന്നും കുറ്റപ്പെടുത്തി. SDPI ജില്ലാ പ്രസിഡന്റ് M ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി അഷ്റഫ് വടക്കൂട്ട്, ജില്ലാ വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ തീയത്ത്, ജില്ലാ സെക്രട്ടറി മനാഫ് കരൂപ്പടന്ന, MK ഷമീർ, ഉമർ മുഖ്താർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിഷേധ പ്രകടനത്തിന് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ആസിഫ് അബ്ദുള്ള, മജീദ് പുത്തഞ്ചിറ, KM കബീർ, ഷാജി, അബു തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓൾ കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് INTUCയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ PP ഡാൻഡസ് അനുസ്മരണം സംഘടിപ്പിച്ചു. INTUC ഹാളിലാണ് അനുസ്മരണം നടന്നത്. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് INTUC സംസ്ഥാന പ്രസിഡന്റ് ഫിലിപ്പ് ജോസഫ് യോഗം ഉദ്ഘാടനം ചെയ്തു. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ബെന്നി ജേക്കബ്, ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് PN സതീഷ്, MO തോമസ്, KP സോമസുന്ദരം, ഗോപാലകൃഷ്ണൻ, വിനോദ് വിജയത്തിൽ, ഷൈജു മാളക്കാരൻ, MR പ്രതാപൻ തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിൽ ലോട്ടറി ജില്ലാ ഓഫീസർമാർ, ലോട്ടറി മേഖലയിലെ വിവിധ തൊഴിലാളി സംഘടനാ നേതാക്കൾ, കോൺഗ്രസ്, INTUC നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. ഓൾ കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് INTUCയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ജില്ലാ വർക്കിംഗ് പ്രസിഡന്റുമായിരുന്നു അന്തരിച്ച ഡാൻഡസ്. പെരിങ്ങോട്ടുകര താന്യത്ത് കഞ്ചാവ് വേട്ട. 1 കിലോ 42 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്ത് പോലീസ്. കഞ്ചാവ് കണ്ടെത്തിയത് പോലീസ് ഡോഗ് റാണയുടെ സഹായത്താൽ. പെരിങ്ങോട്ടുകര താന്യത്ത് തൃശൂർ റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് ടീമും തൃശൂർ റൂറൽ K9 സ്ക്വാഡും അന്തിക്കാട് പോലീസും സംയുക്തമായി നടത്തിയ റെയ്ഡിലാണ് താന്യം അമ്പലത്ത് മുള്ളൻ ഫാസിൽ എന്ന മുഹമ്മദ് ഫൈസലിന്റെ വീട്ടിൽ നിന്നും കഞ്ചാവ് കണ്ടെത്തിയത്. സംഭവത്തിൽ ഫൈസലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മൊത്തമായി കൊണ്ടുവരുന്ന കഞ്ചാവ് ചെറുപൊതികളിലാക്കി പെരിങ്ങോട്ടുകര തൃപ്രയാർ മേഖലയിൽ വ്യാപകമായി വിൽപ്പന നടത്തുകയാണ് മുഹമ്മദ് ഫൈസലിന്റെ രീതി. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. അഭിനയൊക്കെ എന്തെളുപ്പാ.
വീട്ടുകാരും നോക്കാനാ പാട്. അതിൽ പ്രധാനം വീട്ടു സാധനങ്ങളുടെ ഷോപ്പിംഗ്. എന്നാൽ അക്കാര്യത്തിൽ മാത്രം ടെൻഷനേ ഇല്ല. എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ. ശരിയാ, 25 വർഷമായി ഞാൻ എലൈറ്റിന്ന് ഷോപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ക്വാളിറ്റി, പ്രൈസ്, പിന്നെ സർവീസ്, ഇതിൽ എലൈറ്റിനെ വെല്ലാൻ ആർക്കും ആവില്ല. സ്വന്തം പ്രൊഡക്ട്സ് ഉൾപ്പെടെ ഏറ്റവും മികച്ച ബ്രാൻഡുകളും ഏറ്റവും പുതിയ സ്റ്റോക്കും എലൈറ്റ് നൽകുന്നത് പോലെ മറ്റാർക്കും നൽകാനാവില്ല. സ്വന്തം തോട്ടത്തിലെ ജൈവ പച്ചക്കറികളാ, പുറമേ നടക്കുന്നതോ ഏറ്റവും മികച്ചത് മാത്രം. ഈ ഒരു ഉറപ്പേ എലൈറ്റിന് മാത്രമേ നൽകാനാവൂ. വെറൈറ്റി ഉൽപ്പന്നങ്ങൾ, ഈസി ഷോപ്പിംഗ്. എലൈറ്റിന് ഈ സേവനങ്ങൾ മറ്റാരും നൽകില്ല. കടയുടെ മുമ്പിൽ തന്നെ പാർക്ക് ചെയ്യാം, വേഗത്തിൽ ഷോപ്പ് ചെയ്തും മടങ്ങാം. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വില, മറ്റാനുകൂല്യങ്ങളും എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് നൽകണ ലാഭം മറ്റാരും തരില്ല. കേട്ടില്ലേ? കാലങ്ങളായിട്ട് തൃശൂരിന്റെ വീട്ടുകാരെ നിറവേറ്റുന്നത് എലൈറ്റ് ആണ്. എലൈറ്റ് സൂപ്പർ മാർക്കറ്റ്, തൃശൂർ, കുന്നംകുളം, അങ്കമാലി. വാർത്തകൾ തുടരുന്നു. പുല്ലഴി കള്ളുഷാപ്പിൽ വെച്ച് യുവാവിനെ ആക്രമിച്ച പ്രതിയെ വെസ്റ്റ് പോലീസ് പിടികൂടി. നിരവധി കേസുകളിൽ പ്രതിയായ പുല്ലഴി സ്വദേശി വല്ലത്തുപറമ്പിൽ വീട്ടിൽ സുന്ദരന്റെ മകൻ 30 വയസ്സുള്ള ശിവപ്രസാദാണ് അറസ്റ്റിലായത്. പുല്ലഴി കള്ളുഷാപ്പിൽ ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. വാലത്ത് വീട്ടിൽ പത്മനാഭന്റെ മകൻ 40 വയസ്സുള്ള ഷിജുവിനെ കഴുത്തിൽ ആയുധം ഉപയോഗിച്ച് പ്രതി മുറിവേൽപ്പിക്കുകയായിരുന്നു. കഴുത്തിൽ 3 തുന്നലുണ്ട്. ആക്രമണ കാരണം വ്യക്തമല്ല. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ശ്രീനാരായണ ഗുരു മഹാസമാധി ദിനാചരണത്തോടനുബന്ധിച്ച് തൃശൂരിൽ ഉപവാസവും സമൂഹ പ്രാർത്ഥനയും സംഘടിപ്പിച്ചു. തെക്കേനടയിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം തൃശൂർ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ചടങ്ങ് പി ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് IG പ്രസന്നൻ അധ്യക്ഷത വഹിച്ചു. SNDP യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി KV സദാനന്ദൻ, അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ, വനിതാ സംഘം പ്രസിഡന്റ് പത്മിനി ഷാജി, സെക്രട്ടറി രാജേശ്വരി, കോർഡിനേറ്റർ ഇന്ദിരാദേവി, MV രഞ്ജിത്ത്, മനോജ് കുമാർ എന്നിവർ പങ്കെടുത്തു. അന്തിക്കാട് KP പ്രഭാകരൻ സ്മാരക ഗവൺമെന്റ് ആശുപത്രിയിൽ കിടത്തി ചികിത്സ നിലച്ചു. ജീവനക്കാരില്ലാത്തതുമൂലമാണ് അന്തിക്കാട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ കിടത്തി ചികിത്സ താൽക്കാലികമായി നിർത്തലാക്കിയിരിക്കുന്നത്. 100-ലേറെ വർഷം പഴക്കമുള്ള അന്തിക്കാട് ആശുപത്രി മേഖലയിലെ പ്രധാന ചികിത്സാ കേന്ദ്രമാണ്. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ഈ ആശുപത്രിയിൽ ഏതു സമയവും തിരക്ക് അനുഭവപ്പെടാറുണ്ട്. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ പദവിയുണ്ടെങ്കിലും അതിനു വേണ്ടതായ ഡോക്ടർമാരോ ജീവനക്കാരോ ഇവിടെയില്ല. ഒരു ദിവസം 500ഓളം രോഗികൾക്ക് OPയിൽ പരിശോധനയ്ക്കായി എത്തുന്നുണ്ട്. എന്നാൽ ഇതിനനുസരിച്ച് മരുന്ന് വിതരണം ചെയ്യാൻ ഫാർമസിയിൽ ജീവനക്കാരില്ലാത്തതിനാൽ മണിക്കൂറുകൾ ക്യൂ നിന്ന് രോഗികൾ വലയുകയാണ്. താമസ സൗകര്യമില്ലാത്തതിനാൽ രാത്രിയിൽ ഡോക്ടറുടെ സേവനം ഇവിടെ ലഭ്യമായിരുന്നില്ല. ചികിത്സാ പ്രതിസന്ധിയെ തുടർന്ന് മുൻ MLA ഗീതാഗോപിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപ ചെലവഴിച്ച് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് നിർമ്മിച്ചു. 2 ഡോക്ടർമാർക്ക് കുടുംബത്തോടൊപ്പം താമസിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി. എന്നാൽ 2500 ചതുരശ്ര അടിയിൽ ആശുപത്രി അങ്കണത്തിൽ നിർമ്മിച്ച 2-നില കെട്ടിടം 2 വർഷത്തിലേറെയായി ഒഴിഞ്ഞുകിടക്കുകയാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ കിലോമീറ്ററുകൾ അകലെയുള്ള ആശുപത്രികളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് രോഗികൾ. വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ സർക്കാർ അനുകൂലമായി പരിഗണിക്കുമെന്ന് മന്ത്രി K രാജൻ പ്രസ്താവിച്ചു. സീനിയർ സിറ്റിസൺ സർവീസ് കൌൺസിലിന്റെ 14ാം സ്ഥാപക ദിനാഘോഷം തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നത്തെ സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച വയോജനങ്ങളുടെ പങ്ക് സർക്കാർ തിരിച്ചറിയുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾക്ക് മുന്തിയ പ്രാധാന്യം നൽകാൻ സർക്കാർ ബാധ്യസ്ഥമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വർക്കിംഗ് പ്രസിഡന്റ് KNK നമ്പൂതിരി അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ പി ബാലചന്ദ്രൻ MLA, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, ജനറൽ സെക്രട്ടറി S ഹനീഫ റാവുത്തർ, ഉണ്ണികൃഷ്ണൻ കാനാട്ട്, PS സുരേന്ദ്രൻ, KL സുധാകരൻ, P വിജയമ്മ, TK ചക്രപാണി, ലൈലമ്മ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. 80 വയസ്സു കഴിഞ്ഞ TR പുഷ്പാങ്കദൻ, E കുഞ്ഞുണ്ണി മേനോൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. അവകാശ പത്രിക എന്ന പേരിൽ ഒരു പത്രിക സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് വളരെ വിശദമായി വായിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം ആലോചിച്ചു, കേരളത്തിലെ ചില പ്രതിപക്ഷ സ്വരം ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ എന്ത് കണ്ടാലും അതിനെ എതിർക്കണം എന്ന് നിശ്ചയിക്കുന്നവർ പ്രത്യേകമായ ചില ഘട്ടത്തിൽ. യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭാരത് ജോഡോ യാത്രയുടെ പ്രചരണ വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു.
ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KC അഭിലാഷും മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ ഭാസ്കരൻ ആദംകാവിലും VV മുരളീധരനും ML ബേബിയും KN വിജയകുമാറും ബിന്ദു കാട്ടുങ്ങലും ചേർന്ന് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റും ഭാരത് ജോഡോ യാത്രയുടെ പബ്ലിസിറ്റി ചെയർമാനുമായ ജിത്ത് ചാക്കോയ്ക്ക് പതാക കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. വിളംബരയാത്ര മൂർക്കനിക്കരയിൽ സമാപിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അൽജോ ചാണ്ടി, സുധി തട്ടിൽ, സന്ദീപ് സഹദേവൻ, വിനീഷ് പ്ലാച്ചേരി, മണ്ഡലം പ്രസിഡന്റുമാരായ രാജീവ് മാരാർ, പ്രവീൺ രാജു, ജിൻഡോ ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. TJM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓണം മെഗാ ഓഫർ ഓഗസ്റ്റ് 17 ചിങ്ങം 1 മുതൽ സെപ്റ്റംബർ 17 വരെ. 1 ലക്ഷം രൂപയുടെ മുകളിലുള്ള എല്ലാ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സൗജന്യം. 1 പവൻ മുതലുള്ള എല്ലാ പർച്ചേസുകൾക്കും ഓണപ്പുടവ സമ്മാനം. 2 ലക്ഷം മുകളിൽ വരുന്ന എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കും ഒരു ഡയമണ്ട് പെൻഡന്റ് സമ്മാനം. എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഓണം മെഗാ ഓഫറിനോടനുബന്ധിച്ച് നടത്തുന്ന നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് ഡയമണ്ട് നെക്ലസ് സമ്മാനമായി നൽകുന്നു. TJM ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുത്തമ്പള്ളിക്ക് പിറകുവശം, പള്ളിക്കുളം റോഡ്, തൃശൂർ. ഫോൺ 0487242467 9388532850. കഴിഞ്ഞ 85 വർഷക്കാലമായി ഗുണമേന്മയും വിലക്കുറവും സെലക്ഷനും ഇടനെയ്ത വർണ്ണവസ്ത്രങ്ങളാൽ സമൃദ്ധമാക്കിയ കേരള വസ്ത്രാലയം ഏറ്റവും പുതിയ ഫാഷൻ തുണിത്തരങ്ങളുമായി നിങ്ങളെ വരവേൽക്കുന്നു. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വാർത്തകൾ തുടരുന്നു. പലവകയുടെ ആഭിമുഖ്യത്തിൽ പൊയ്വർണ്ണം എന്ന പേരിൽ തൃശൂരിൽ ചിത്രശില്പ പ്രദർശനം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചെമ്പുക്കാവ് പലവക അനക്സിലാണ് 1 മാസം നീണ്ടു നിൽക്കുന്ന പ്രദർശനം സംഘടിപ്പിക്കുകയെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സെപ്റ്റംബർ 25 വൈകിട്ട് 5 ചിത്രകാരൻ അജയ്കുമാർ പ്രദർശനം ഉദ്ഘാടനം ചെയ്യും. കലാകൂട്ടായ്മ, ഓൺലൈൻ മാഗസിൻ പ്രകാശനം, നാടകാവതരണം, ചലച്ചിത്ര പ്രദർശനം തുടങ്ങിയ വിവിധ പരിപാടികളും ചടങ്ങിനോടനുബന്ധിച്ച് ഉണ്ടായിരിക്കും. തൃശൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ചിത്രകാരി നിരഞ്ജന വർമ്മ, സുധി വട്ടപ്പിന്നി, ശില്പ സുരേഷ്, ജയശ്രീ ശ്രീകുമാർ, ഗീത സാവിത്രി എന്നിവർ പങ്കെടുത്തു. പറപ്പൂക്കര പഞ്ചായത്തിന്റെ ജനകീയ സഹായ പദ്ധതിയായ ജീവനത്തിന്റെ ഭാഗമായി പാലിയേറ്റീവ് രോഗികൾക്ക് ഉല്ലാസയാത്ര ഒരുക്കി. 25 പേരടങ്ങിയ ക്യാൻസർ രോഗികളുടെ സംഘമാണ് ആദ്യ യാത്ര നടത്തിയത്. അതിരപ്പള്ളി, വാഴച്ചാൽ, തുമ്പൂർ മൂഴി എന്നിവിടങ്ങളിലേക്കായിരുന്നു യാത്ര. 2 മാസം കൂടുമ്പോൾ ഇതുപോലെ രോഗികൾക്കായുള്ള സൗജന്യ യാത്ര നടത്തും. ആദ്യ യാത്രയുടെ ഫ്ളാഗ് ഓഫ് പുതുക്കാട് MLA KK രാമചന്ദ്രൻ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NM പുഷ്പാകരൻ എന്നിവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി. നഴ്സ്, ആശാജീവനക്കാർ എന്നിവരും യാത്രയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര നാളെ തൃശൂർ ജില്ലയിൽ പ്രവേശിക്കും. നാളെ 4 ജില്ലാ അതിർത്തിയായ ചിറങ്ങരയിൽ യാത്രയെ സ്വീകരിക്കും. ഒരുമിക്കുന്ന ചുവടുകൾ ഒന്നാകുന്ന രാജ്യം എന്ന മുദ്രാവാക്യത്തോടെ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ നടക്കുന്ന പദയാത്രയാണ് വ്യാഴാഴ്ച ജില്ലയിൽ പ്രവേശിക്കുന്നത്. ഇതിനോടകം തന്നെ ജില്ലയിൽ നിരവധി സ്വീകരണ ബോർഡുകളും കൊടിതോരണങ്ങളും സ്ഥാപിച്ചും വിവിധതരം പരിപാടികൾ ഒരുക്കിയുമാണ് കോൺഗ്രസ് ജാഥയെ വരവേൽക്കുന്നത്. തൃശൂർ തെക്കേ ഗോപുരനടയിൽ നടക്കുന്ന സമ്മേളനത്തിന്റെ വേദിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. നാളെ യാത്ര ജില്ലയിലെത്തിയാലും 23 യാത്രയില്ല. തുടർന്ന് 24 ചാലക്കുടിയിൽ നിന്നും ആരംഭിക്കുന്ന ജോഡോ യാത്ര വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം വൈകിട്ടോടെ തൃശൂർ തെക്കേ ഗോപുരനടയിലെത്തും. തുടർന്ന് നടക്കുന്ന സമ്മേളനത്തോടെ യാത്ര സമാപിക്കും. പെരുവനം കുട്ടന്മാരാരുടെ വാദ്യമേളവും പുലിക്കളി, മാർഗം കളി, തിരുവാതിര, കളരിപ്പയറ്റ്, പഞ്ചവാദ്യം, ദഫ്മുട്ട് എന്നിവയടക്കം വർണ്ണാഭമായ ചടങ്ങുകളോടെയാണ് യാത്രയ്ക്ക് സ്വീകരണം ഒരുക്കുന്നത്. മാടക്കത്ര പഞ്ചായത്തിലെ പാണ്ടിപ്പറമ്പ് സൂര്യനഗറിൽ 11ാം ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ കുടുംബസമ്മേളനം വിവിധ പരിപാടികളോടെ നടന്നു. സൂര്യനഗർ പന്നിക്കോടൻ ഗംഗാധരന്റെ വസതിയിലാണ് കുടുംബസമ്മേളനം സംഘടിപ്പിച്ചത്.
DCC ജനറൽ സെക്രട്ടറി സുന്ദരൻ കുന്നത്തുള്ളി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് അനു ഹംസ അധ്യക്ഷനായി. ബ്ലോക്ക് പ്രസിഡന്റ് KC അഭിലാഷ്, ശകുന്തള സജീവ്, MM ബഷീർ, ജിൻസി ഷാജി, PG ബൈജു, ജിനീഷ് മുണ്ടാപ്പുറത്ത് എന്നിവർ സംസാരിച്ചു. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയിൽ ഒരു പതിറ്റാണ്ടായി നിലനിൽക്കുന്ന ഫിസിയോതെറാപ്പി അധ്യാപക യോഗ്യതാ മാനദണ്ഡം മാറ്റി ഫിസിയാട്രിസ്റ്റുകളെ അധ്യാപകരായി നിയമിക്കാനുള്ള നീക്കത്തിനെതിരെ വൻ പ്രതിഷേധം. കേരള അസോസിയേഷൻ ഫോർ ഫിസിയോതെറാപ്പിസ്റ്റ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ തീരുമാനത്തിനെതിരെ ആരോഗ്യ സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തി. ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന പ്രസിഡന്റ് R ഗോപകുമാർ പ്രഖ്യാപിച്ചു. ജില്ലാ പ്രസിഡന്റ് റോയ് B കാവല്ലൂർ അധ്യക്ഷനായി. മെഡിക്കൽ കോളേജ് OP പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് സർവകലാശാല ഗേറ്റിന് സമീപം പോലീസ് തടഞ്ഞു. നൂറുകണക്കിന് പേർ പ്രതിഷേധത്തിൽ കണ്ണികളായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി KV ഹമീദ്, റിയാസുദ്ദീൻ, ജിബിൻ ജോൺസൺ, NA അൻവർ ഷാ എന്നിവർ സംസാരിച്ചു. ജില്ലയിൽ നടപ്പിലാക്കുന്ന പേ വിഷബാധ വാക്സിനേഷൻ തീവ്രയജ്ഞത്തിൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെയും നഗരസഭകളുടെയും പങ്കാളിത്തം അനിവാര്യമാണെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ. വാക്സിനേഷൻ യജ്ഞത്തിന്റെ ഭാഗമായി ഒല്ലൂർ മണ്ഡലത്തിലെ എല്ലാ ജനപ്രതിനിധികളെയും വകുപ്പ് ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. തെരുവ് നായകൾക്കും ഉപേക്ഷിക്കപ്പെട്ട നായകൾക്കുമുള്ള അഭയകേന്ദ്രങ്ങൾ ഒരുക്കേണ്ടതുണ്ടെന്നും പൊതുനിരത്തുകളിലും പൊതുസ്ഥാപനങ്ങളിലും ജൈവ അജൈവ സങ്കരമാലിന്യങ്ങളെ നീക്കം ചെയ്യണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. ഭക്ഷണം, മാംസം, മാലിന്യങ്ങൾ തുടങ്ങിയവ തെരുവ് നായകൾക്ക് ഉപയോഗിക്കാവുന്ന വിധം നിക്ഷേപിക്കരുതെന്നും ഹോട്ടലുകൾ, കല്യാണ മണ്ഡപങ്ങൾ, ഭക്ഷണശാലകൾ എന്നിവയുടെ ഉടമകൾ, മാംസവ്യാപാരികൾ, വ്യാപാരി വ്യവസായി സംഘടനകൾ എന്നിവരുമായി ചർച്ചകൾ നടത്തണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ABC കേന്ദ്രങ്ങൾ സജ്ജീകരിക്കണമെന്ന ആവശ്യം മൃഗസംരക്ഷണ വകുപ്പ് ഉന്നയിച്ചു. യോഗത്തിൽ പങ്കെടുത്ത ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ ജില്ലാ ഭരണകൂടത്തിന് തുടർ നടപടികൾക്കുള്ള എല്ലാ പിന്തുണയും നൽകുമെന്ന് യോഗത്തിൽ അറിയിച്ചു. കണക്കുകൾ നോക്കുമ്പോൾ 1,20,000-ഓളം മൃഗങ്ങൾ അങ്ങനെ ആ നിലവാരത്തിൽ ഉണ്ടാകും എന്നാണ് നമ്മൾ കാണുന്നത്. അക്കാര്യത്തിൽ വലിയ ഒരു ശതമാനമുള്ള വളർത്തുനായ്ക്കൾ അത് നമുക്ക് എളുപ്പം കൊണ്ടുവന്ന് വാക്സിനേറ്റ് ചെയ്യിക്കാൻ പറ്റും. ഒരു അവബോധം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആളുകൾ തന്നെ കൊണ്ടുവന്ന് വാക്സിനേഷൻ വിധേയമാക്കും. എന്നാൽ തെരുവ് നായ്ക്കളെ കൊണ്ടുവരണമെങ്കിൽ അതിന് കൃത്യതയോട് കൂടിയിട്ടുള്ള പരിശീലനം ശ്രദ്ധിച്ച ആളുകൾ ആ കാര്യത്തിൽ ഇറങ്ങേണ്ടി വരും. പ്രധാനമായിട്ടും മുളകുന്നത്കാവ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അത്താണി ഗ്രാമലയിൽ പണി പൂർത്തീകരിച്ച വഴിയോര വിശ്രമ കേന്ദ്രം നാടിന് സമർപ്പിച്ചു. ടേക്ക് എ ബ്രേക്ക് വിശ്രമകേന്ദ്രം ആലത്തൂർ MP രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. MLA സേവ്യർ ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. LSGD വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ SN ശ്രീന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KJ ബൈജു ദേവസി, വൈസ് പ്രസിഡന്റ് മെറീന ബാബു, PS വിനയൻ, ലിനി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ 12 കർമ്മപരിപാടിയിൽ ഉൾപ്പെടുത്തി സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കും ഉൾപ്പെടെ ഏതു സമയത്തും സുരക്ഷിതമായി ഉപയോഗിക്കത്തക്ക രീതിയിൽ പണി പൂർത്തീകരിച്ചിട്ടുള്ള ശുചിത്വമുള്ളതും ആധുനിക സംവിധാനങ്ങളോടുകൂടിയതുമായ ശുചിമുറിയും കോഫി ഷോപ്പും അടങ്ങിയ വഴിയോര വിശ്രമ കേന്ദ്രമാണ് ടേക്ക് എ ബ്രേക്ക്. മലയാള ബ്രാഹ്മണ സമാജത്തിന്റെ ജില്ലാ സമ്മേളനവും കുടുംബ സംഗമവും തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ 9:20 നടക്കുന്ന ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് V നന്ദകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഘോഷയാത്ര, മെഗാ തിരുവാതിര, വിവിധ കലാപരിപാടികൾ തുടങ്ങിയവയും ചടങ്ങിനോടനുബന്ധിച്ച് ഉണ്ടായിരിക്കും. തൃശൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ NP ജയകുമാർ, ഷീജ നാരായണൻ, ദേവൻ ഇളയത്, KN ദീപേഷ് എന്നിവർ പങ്കെടുത്തു. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയുടെ പ്രചരണാർത്ഥം തിരൂരിൽ സംഘടിപ്പിച്ച പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം ആവേശോജ്വലമായി. UDF വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരൂർ വടകുറുമ്പക്കാവ് ക്ഷേത്ര മൈതാനത്താണ് മത്സരം സംഘടിപ്പിച്ചത്. UDF വടക്കാഞ്ചേരി നിയോജക മണ്ഡലം ചെയർമാൻ NA സാബു മത്സരം ഉദ്ഘാടനം ചെയ്തു. CMP നേതാവ് PJ തോമസ് അധ്യക്ഷത വഹിച്ചു. കോളഴി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PG ഉണ്ണികൃഷ്ണൻ, നേതാക്കളായ ജിയോ കോളങ്ങാടൻ, P ഗിരീഷ്, P ഹരി, ജിത്തു ഭായ്, നോയൽ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. 16ഓളം ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. ലോകത്തെവിടെയിരുന്നും G4U ന്യൂസ് ചാനൽ തത്സമയം കാണുവാൻ G4U ന്യൂസിന്റെ ആപ്പ് ഇപ്പോൾ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ഷട്ടറുകൾക്ക് തകരാർ സംഭവിച്ചതിനെ തുടർന്ന് പറമ്പിക്കുളം ഡാമിലെ വെള്ളം ചാലക്കുടി പുഴയിലേക്ക് ഒഴുകിയെത്തി. തീരത്ത് ജാഗ്രതാ നിർദ്ദേശം. പുഴയിൽ മീൻ പിടിക്കാനോ കുളിക്കാനോ ഇറങ്ങരുതെന്ന കർശന മുന്നറിയിപ്പ്. സ്ത്രീയെ രാത്രിയിൽ വീട്ടിൽ കയറി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി പട്ടി വൈശാഖ് പിടിയിൽ. പഴയന്നൂരിലെ ബാറിൽ വാൾ വീശി അക്രമം നടത്തിയ സംഭവത്തിലെയും പ്രതിയാണ് വൈശാഖ്. ശ്രീനാരായണ ഗുരുദേവന്റെ 95ാമത് സമാധി ദിനം വിവിധ യോഗങ്ങളുടെ നേതൃത്വത്തിൽ ആചരിച്ചു. ഉപവാസം, ഗുരുദേവ കൃതികളുടെ പാരായണം, വിശേഷാൽ ഗുരുപൂജ, സമൂഹ പ്രാർത്ഥന, സമാധി പൂജ എന്നിവ സംഘടിപ്പിച്ചു. പാലിയക്കര ടോൾ പ്ലാസ അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് SDPIയുടെ നേതൃത്വത്തിൽ വാഹനങ്ങൾ കടത്തിവിട്ട് പ്രതിഷേധം. ടോളിൽ നടക്കുന്നത് പകൽ കൊള്ളയെന്ന് PK ഉസ്മാൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. വാർത്താ നേരം നിങ്ങൾക്ക് അവതരിപ്പിച്ചത് വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് തൃശൂർ. എലൈറ്റ് സൂപ്പർ മാർക്കറ്റ്, തൃശൂർ, കുന്നംകുളം, അങ്കമാലി. You are watching G4U News.